ഇന്നല്ലേ എല്ലാ കുട്ടികൾക്കും സ്കൂൾ സ്റ്റാർട്ടാവുന്നത്. കുറേ പേർക്ക് ഒന്നിന് സ്റ്റാർട്ടായി. ഇന്ന് എൻ്റെ മക്കൾക്ക് ഇന്നാണ് സ്റ്റാർട്ടാവുന്നത്. പിള്ളേർ ഭയങ്കര ത്രില്ലിലുണ്ട്, ഭയങ്കര സന്തോഷത്തിൽ. എന്നാൽ അസർക്ക് എന്നെ ചെല്ലുകൊണ്ടുണ്ടോ ജസ്ന, കൂട്ടുകാരെ കാണണം, പുതിയ ടീച്ചർമാർ കാണും, കുറേ വിശേഷം ഓരോട് പറയണം. നാളെപ്പോൾ രാവിലെയാണ് അങ്ങനെ ഭയങ്കര ഭയങ്കര ആവശ്യത്തിലുണ്ടാകും. കിടാക്കളെ സന്തോഷം കാണുമ്പോൾ സന്തോഷമുണ്ട്, പക്ഷെ അമ്മമാർക്ക് നമ്മൾക്കെല്ലാം ഭയങ്കര വിഷമവും ഉണ്ടല്ലേ. ഇത്ര ദിവസം നമ്മളൊക്കെ തന്നെ ഉണ്ടാകല്ലേ കിച്ചണിൽ പണിയെടുക്കുമ്പോൾ ഓരോന്ന് ചോദിച്ചുകൊണ്ടും അങ്ങനെ ഞങ്ങൾ പിന്നാലെ തന്നെ ഉണ്ടാനല്ലേ. അവരുടെ കളിയും ചിരിയും ബഹളം എന്ത് ചെല്ലെങ്കിൽ പരയിൽ ഫുള്ള് ഭയങ്കര സൗണ്ടാണല്ലോ. അപ്പം ചെല്ലും വരിക്ക് സ്കൂൾ തുടങ്ങിനെങ്ക രണ്ട് അടിപിടി ഉണ്ടാക്കുമ്പോൾ അപ്പോഴന്നെ ഓരോ രണ്ടാളും ശരിയാവുന്നാര്. പിന്നെ അങ്ങനെയൊക്കെ എന്തെല്ലാം വിഷമം വരുന്നു. വീണ്ടും സ്കൂൾ തുടങ്ങി, പിന്നെ ഒരു സ്കൂൾക്ക് പോയിട്ടാകുമ്പോൾ പോരെല്ലാം ഭയങ്കര ശൂന്യത പോലെ ആവും. എന്നാലും ജീവിതം അങ്ങനെയാണല്ലോ, ഓരോരോ ഘട്ടവും ആസ്വദിച്ചു കൊണ്ട് മുന്നോട്ട് പോകണം. ഇന്നെൻ്റെ മക്കളെ സ്കൂൾ തുറക്കുന്ന വിശേഷങ്ങൾ ഫുള്ളായിട്ട് കാണണേ. നിങ്ങൾ സ്കിപ്പാക്കാറില്ലേ, പ്ലീസ് ഫുള്ളായിട്ട് കാണണേ. രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല, ഫുള്ള് ഈ ചിന്തയിലേ ഉണ്ടാനി. സ്വബേക്ക് എണിക്കണം, എന്തൊക്കെ ഓരോരോ ചിന്ത തന്നെ ഉണ്ടാനി. പിന്നെ ഇന്ന് ടിഫിൻ ബോക്സ് ഇല്ല, 1 മണിക്ക് വിടുന്നു പറഞ്ഞ്. അങ്ങനെ സ്നാക്സ് ബോക്സ് മാത്രം, അതൊരു സമാധാനമുണ്ട്. ടിഫിൻ ബോക്സിൻ്റെ ജോലി ഇല്ലല്ലേ. ഞാനിങ്ങനെയുള്ള ഫുഡെല്ലാം റെഡി ആയിക്കൊണ്ട് അപ്പം മദ്രസക്ക് പിള്ളേർ പോയിട്ടുണ്ട്. ജഡ്ജു മദ്രസക്ക് പോയിട്ടുണ്ടല്ലേ. അപ്പോൾ ഉസ്ത വിളിച്ച് ചെല്ലുന്ന അജ്ജുക്ക് വയറുവേദന ബേബാം. അങ്ങനെ ഉപ്പൻ്റെ ചെല്ലി ഉപ്പ പോയി. ഓനിടയ്ക്കിടയ്ക്ക് വേറെ വേദന വരുന്നു. ഡോക്ടർ പറഞ്ഞിനി വെള്ളം നന്നാ കുടിക്കണോ, പിന്നെ പച്ചക്കറി തിന്നണോ. പച്ചക്കറി ഓൻ കഴിക്കുന്നേ ഇല്ല. ഞാനെന്താ കാണാം, ഇപ്പോൾ കുറേ ആയി. പക്ഷേ ഇപ്പോൾ ഇവിടെ മുളക് കറി തന്നെയല്ല ഉണ്ടാക്കുന്നത്. മുളക് കറി ഇപ്പോൾ ഓൻ ഇഷ്ടേയില്ല. കാണുമ്പോൾ തന്നെ രണ്ടാൾക്ക് ചോട്ടി വരുന്നു. മുളക് അത്ര ആ കറി അത്ര നല്ലതല്ലല്ലോ. അങ്ങനെ എന്തോ വേറെ വേദന ഒന്നും അറിയില്ല. കാസർഗോഡ് കാണിച്ചിട്ടുണ്ടാകും മറ്റേ ഹോസ്പിറ്റലിൽ. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞിനി സ്കാനിങ് എല്ലാം ആക്കി നോക്കി. ഡോക്ടർ പറഞ്ഞ് വെള്ളം കുടിക്കണം, പച്ചക്കറി തിന്നണോ നല്ലോണം അങ്ങനെ പറഞ്ഞു. ജസ്ന ഇന്നലെ രാത്രിൻ്റെ പറഞ്ഞിനി പുട്ടും കടലാവും. അങ്ങനെ ഒരാളങ്ങനെ ചെല്ലി, അജ്ജിങ്ങനെ ചെല്ലി ഞങ്ങൾക്ക് പൂരിയും കടലക്കറിയാവും. അങ്ങനെ രണ്ടാൾ ഓരോന്ന് പറഞ്ഞ് അങ്ങനെ പുട്ടും കടല ഉണ്ടാക്കി. കടലക്കറിയും പുട്ട് അങ്ങനെ ഉണ്ടാക്കി. അപ്പം 8 മണിയാകുമ്പോൾ റെഡിയായി. പിന്നെ എല്ലാവരും ഫുഡ് കഴിച്ചു. എനിക്ക് മാത്രം ഫുഡ് ഇറങ്ങുന്നില്ല. അല്ലെങ്കിൽ ഞാൻ സ്കൂൾക്കെല്ലാം കടത്തിട്ട് അയച്ചിട്ട് ഞാൻ ഫുഡ് തിന്നത്. എന്താ വെച്ചാൽ ഇപ്പോൾ 9:45 വാനല്ല, സോറി, റിക്ഷ ആക്കിനിപ്പോൾ. സ്കൂൾ വാന് വേണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ എനിക്ക് പോകുന്നത് കൊണ്ട് എന്തോ ഫീലിങ്ങിൽ ഫുഡ് എന്ത് ഇറങ്ങുന്നില്ല. സ്കൂൾ വാന് 8:45 വരുന്നു. അപ്പോൾ മദ്രസയിൽ പോയിട്ട് എല്ലാം പെട്ടെന്ന് തന്നെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു റിക്ഷയിലാക്കാം. ഓരോട് ചോദിച്ചിനി എന്ത് ചെല്ലെങ്കിൽ 9:45 വരണം കയ്യോ, സെക്കൻഡറി പോറ് പറ്റില്ല പറഞ്ഞു. അങ്ങനെ എന്ത് ചെല്ലെങ്കിൽ ഇങ്ങനെ ആക്കി ഓട്ടാന്ന് വിചാരിച്ചു. അപ്പം എല്ലാം സെറ്റായിട്ട് ഇരിക്കുന്ന ആ ടൈം ഡ്രസ്സെല്ലാം നല്ല രാത്രി റെഡി ആക്കിയിട്ട് വെച്ച്. സൊബിയാകുമ്പോൾ പെട്ട എന്താവണ്ട നല്ല പീസോടെ കീയാൻ വിചാരിച്ചിന്. അങ്ങനെ ഇത് ഇച്ച കൊണ്ടുവന്ന ചെരുപ്പാണ്, ഇച്ച ഖത്തറിൽ നിന്ന് കൊണ്ടുവന്നത്. പിന്നെ അജ്ജു ടീഷർട്ട് ഇല്ലേ, അതും എൻ്റെ ഇച്ച ബ്രദർ ഞാൻ വീട്ടിലിട്ട് ഇച്ച ബ്രദർ സർപ്രൈസ് ആയിട്ട് വന്നു. അത് എനിക്ക് ഒരു ഇച്ച ഉള്ളത്, ആ ഇച്ച കൊണ്ടുവന്നത് ടീഷർട്ട് അജ്ജുക്ക് നല്ല പിടിക്കുന്നത്. ജസ്നയ്ക്ക് മാത്രം ലൂസാണ്, ജസ്ന കിട്ടിയിട്ടാണ്. ജസ്നയ്ക്ക് ലൂസാണ് ടീഷർട്ട്, അജ്ജുക്ക് നല്ല ചേരുന്നുണ്ട്, നല്ല ഫിറ്റായിട്ട്. അങ്ങനെ സ്നാക്സ് ബോക്സ് എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാൻ വിചാരിച്ചു. ഫസ്റ്റ് ഡേ അല്ലേ, അങ്ങനെ ഫസ്റ്റ് ഡേ ഫോട്ടോ എടുക്കാനല്ലേ, അത് നിർബന്ധമല്ല, മെമ്മറീസ് ആയിട്ട് ഇരിക്കണ്ടേ. അങ്ങനെല്ലാം വിചാരിച്ചിട്ട് ക്യാമറ അല്ല ഫോൺ എടുത്തോണ്ട് വന്ന്. ഓൾ പറഞ്ഞ് ഞങ്ങൾക്ക് എല്ലാവരും പ്രാർത്ഥിക്കണം. എടുക്കാൻ സ്റ്റാർട്ടാകുമ്പോൾ ഞങ്ങളെ പൂച്ചയും വന്ന് രണ്ടാൾ ഫോട്ടോ എടുക്കാണ്ട് എൻ്റെയും ഫോട്ടോ എടുത്തിട്ട് നടുവിൽ വന്നിട്ട് നിന്നിനി. അങ്ങനെ ഫോട്ടോ എടുക്കാത്തപ്പോൾ അത് ചൊടിച്ചിട്ട് പോയി. പിള്ളേരെ കാത്തി ഇൻട്രസ്റ്റ് പൂച്ചയ്ക്ക് ഫോട്ടോ എടുക്കാൻ. അങ്ങനെ പൂച്ചയും കൂട്ടിയിട്ട് കുറേ ഫോട്ടോസ് എല്ലാം എടുത്ത്. പിന്നെ പിള്ളേർക്ക് ഭയങ്കര തിരക്ക്, റിക്ഷ എപ്പോൾ വരുന്നേറ്റ് കേട്ടോണ്ട് അങ്ങനെ വെയിറ്റ് ആക്കിക്കൊണ്ടെല്ലാം ഉണ്ട്.
ഒക്കെ ഭയങ്കര തിടുക്കം. ഫോട്ടോ എടുക്കുന്നതിനേക്കാൾ ആരെ തിടുക്കം എന്താ കൂട്ടുകാരെ കാണണം, ഫ്രണ്ട്സിനെ കാണണം, എന്തെല്ലാം പറയാനുണ്ട്, എന്തെല്ലാം ചോദിക്കാനുണ്ട്, അതിലുണ്ട് ഓർ ഭയങ്കര ശല്യം. അസ്സലാമലൈക്കും. അപ്പക്കാകുമ്പോൾ റിക്ഷയും എത്തി. അപ്പോൾ എല്ലാവരോടും സലാമും ടാറ്റം പറഞ്ഞു ഓർ ഓട്ടോയിൽ കയറി. റിക്ഷയിൽ പോയി പിന്നെ തിരിച്ചിട്ട് ഉള്ളിലേക്ക് വരുമ്പോൾ എന്തോ പോലെ ഞാൻ കുറച്ച് നേരം സീറ്റ് തൊട്ട് അവിടെ തന്നെ ഇരുന്ന് ഭയങ്കര ഫീലാന്ന് ഉള്ളിലേക്ക് വരുമ്പോൾ. ഇത്രയും ദിവസം നമ്മളൊക്കെ കളിയും ചിരിയും ബഹളും കരച്ചോളും എല്ലാം ഉണ്ടായി. പെട്ടെന്ന് സൗണ്ട് എന്തോ സൗണ്ട് ഇല്ലാതെ പോലെ ബാജറായി മനസ്സ്. അതിൻ്റെ ഇടയിൽ പൂച്ച കേൾക്കുന്നു, ഇന്ന് എന്ത് കറി, ഫിഷ് കറി മുറിക്കാനിരിക്കുന്നില്ല, തലയിൽ കാണിക്കുന്ന ഇരിക്കുക ചെല്ലിട്ട് എന്നുവെച്ചാൽ ഇന്ന് ഫിഷ് കറിയല്ല ബീഫ് വെച്ചിട്ട് പിന്നെ കിച്ചണിക്ക് വന്ന നേരെ ചെല്ലെങ്കിടൊക്കെ പോയി പിന്നെ പണിയെടുക്കാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ല. എങ്ങനെ സ്റ്റാർട്ട് ആവണം, എങ്ങനെ തുടങ്ങണം, എന്തോ ഒരു സ്റ്റക്കായ പോലെ പിള്ളേർ പോയി പിന്നെ എന്തോ പോലെ സൗണ്ട് എല്ലാം ഉണ്ടാകുന്നല്ലേ. പെട്ടെന്ന് സൗണ്ട് ഇല്ലാത്തപ്പോൾ എന്തോ ഒരു ഫീലായി. റൂമിൽ കുറേ നേരം നിന്നിട്ടുണ്ടാനും. എന്നിട്ട് ഞാൻ കിച്ചണിലേക്ക് പോയി മുളകെല്ലാം വറുത്തു. പുറത്ത് നല്ല മഴയും വരുന്നുണ്ട്. സ്കൂൾ തുടങ്ങിയ പാട് സ്റ്റാർട്ടാവാൻ മഴയും സ്റ്റാർട്ട്. ഞാൻ ഇന്ന് തോർത്തുന്നില്ല വിചാരിച്ചിട്ടുണ്ടായിരുന്നു വേണ്ടാന്ന്. പിള്ളേരില്ലല്ലേ കുറച്ച് വൃത്തിയിലൊക്കെ ഉണ്ട്. എന്നിട്ട് കുറച്ച് നേരം ആകുമ്പോൾ ആടെന്തോ ബീഫ് മുറിച്ച് അപ്പം തന്നെ ഈച്ച റെഡി. മഴക്കാലമാകുമ്പോൾ എന്ത് ഫസ്റ്റ് ഒന്ന് ഈച്ച, പിന്നെ കൊതുക്, പിന്നെ എന്ത് ചേരട്ട, പിന്നെ അച്ചിപ്പൂത്, അതന്നെ അത്ര നല്ല വേറെ എന്തോ വരുന്നു അത് റെഡി. ചേരട്ട ഇതുവരെ കണ്ടിട്ടാ. പിന്നെ ഈച്ച റെഡി. മഴക്കാലം വരുമ്പോൾ ഈച്ച റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു തോർത്ത ഒരു സമാധാനമല്ല, ഈച്ച കാണുമ്പോൾ എന്തോ പോലെ വേഗം തോറ്റ് തോർത്ത്. പിന്നെ ഇവിടെ ഉമ്മ ചോറും വെച്ചിട്ടുണ്ട് അടുപ്പിൽ. പിന്നെ പൂച്ച കേൾക്കുന്നു, ഇന്നെന്ത് നിങ്ങൾ ചിക്കനാ ബീഫാ എന്ത് മുറിക്കുന്നില്ല, ഫിഷ് എന്ത് മുറിക്കുന്നില്ല എന്നിലേക്ക് ഒന്നും ഭയങ്കര എന്തും മസിലും പിടിച്ചിട്ട് തന്നെ നോക്കിക്കൊണ്ട്. ആ ചെല്ലയുടെ ബീഫ് കറി റെഡിയായിനി. അങ്ങനെ ബീഫിൻ്റെ മഞ്ഞത്തണി റെഡിയായി. പിന്നെ സ്പെഷ്യൽ നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത് ആക്കുന്നെങ്കിൽ കുറച്ചുണ്ടാക്കണം. കുറച്ചുണ്ടാക്കിയാലേ ടേസ്റ്റ് ഉണ്ടാവും. ഉമ്മ ചെന്ന് കാലത്തോളം കറി വേണം. അങ്ങനെ 5 കിലോൻ്റെ ചട്ടിയിൽ കാലത്തോളം ആക്കുന്നു. കുറേ ആളുണ്ടല്ലേ. അപ്പക്കാകുമ്പോൾ വെയിലും വന്ന് ബേക്ക് വന്ന് മഴയും ഇല്ല, കാലാവസ്ഥ ചേഞ്ചായി. പിന്നെ ഇന്ന് ഫസ്റ്റ് ഡേ ആയിക്കൊണ്ട് ഒരു 1-2 മണിയാകുമ്പോൾ ഇടയ്ക്ക് എത്തിന്. എന്നിട്ട് ജസ്റ്റ് അജ്ജും ഡ്രസ്സ് ചേഞ്ച് ആക്കിയിട്ട് പെട്ടെന്ന് ബാത്റൂം ഓടി പോയി. അങ്ങനെ സ്കൂളത്തെ സ്റ്റോറിയെല്ലാം രണ്ടാളും പറയാൻ കഴിഞ്ഞ്. അജ്ജും ജസ്നി ഇന്നത്തെ ദിവസം മുഴുവൻ നിങ്ങളോടൊപ്പം പങ്കുവെച്ചൊരു സന്തോഷം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബായ്.